ഈ ഒരു വാർത്ത കേട്ടപ്പോൾ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് നമ്മളൊന്ന് പരിചയപ്പെടൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നടക്കുന്ന ഒരു ചർച്ച, സ്ത്രീകളുടെ വസ്ത്രധാരണം അവരെ അധിക്ഷേപിക്കാനും അല്ലെങ്കിൽ അതൊക്കെ ഒരു പീഡനത്തിലേക്കൊക്കെ വഴിവെക്കാൻ ഉള്ള ഒരു കാരണമാണ് എന്ന് ചില ആളുകൾ പറയുന്നു. എന്നാൽ വസ്ത്രം ധരിക്കുന്നത് കൊണ്ടല്ല, പുരുഷന്മാരുടെ മനോഭാവമാണ് മാറേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാട് മറുവശത്തും നിൽക്കുന്നു. ഇങ്ങനെ ചില ചർച്ചകൾ ഇന്നിപ്പോ യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് കാണാം. ഖുർആൻ ഇതിൽ ഏത് പക്ഷത്താണ് എന്നത് വളരെ വ്യക്തമായ ഒരു ആയത്തിലൂടെ നമുക്ക് പരിചയപ്പെടാം. വളരെ സത്യമാണ്. ബയോളജിക്കലായി നമ്മൾ പല മനഃശാസ്ത്രജ്ഞരുടെയും ഡോക്ടർമാരുടെയൊക്കെ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ദൃശ്യത്തിലൂടെ, കാണുന്നതിലൂടെ അവന് വൈകാരികമായിട്ടുള്ള ഉത്തേജനമുണ്ടാകും. അത് പുരുഷന്റെ പ്രകൃതിയാണ്. നല്ല ഒരു വാളംപുളി അതിങ്ങനെ തൊലി പൊളിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു വെച്ചാൽ നമ്മുടെ വായിൽ വെള്ളം വരിക എന്നുള്ളത് മനുഷ്യന്റെ ഒരു പ്രകൃതിയാണ്. അത് പൊളിച്ചു വെച്ചിട്ട് ഈ വാളംപുളി അങ്ങനെ കാണിച്ചു തരും, നിങ്ങളുടെ വായിലൊന്നും വെള്ളം വരരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ ഇതിന് വ്യത്യസ്തമായിട്ട് അത്രത്തോളം സൂക്ഷ്മമായി അള്ളാഹുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ ഇതിൽ നിന്ന് ഒഴിവാണ്. അവരെത്ര കോപ്രായങ്ങൾ, എത്ര വൈകാരികമായി പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും വീഴാത്ത ഒരു മനസ്സുള്ള ആളുകളുണ്ട്. അവർ അല്ലാഹു എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ മനസ്സിനെ കേന്ദ്രീകരിച്ചവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം സൂറത്ത് യൂസുഫിലൂടെ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. സുലൈഖ എന്ന് പറയുന്ന ഒരു സഹോദരി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ ആകൃഷ്ടയാവുകയും തന്നെ യൂസുഫിനെ അലൈഹി ഇസ്ലാമിനെ വശീകരിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തന്റെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങളെല്ലാം കാണിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ച് യൂസുഫിന്റെ മുമ്പിൽ കൊഞ്ചിക്കൊഴഞ്ഞ് നടന്നിട്ടും യൂസുഫ് അലൈഹിസ്സലാം അങ്ങോട്ട് പോയില്ല. ഒരു റൂമിലേക്ക് വിളിച്ചു വരുത്തി കടന്നുപിടിക്കാൻ സുലൈഖ യൂസുഫിനെ കടന്നുപിടിക്കാൻ ശ്രമിച്ചപ്പോഴും അതിൽ നിന്ന് കുതറി ഓടി മാറി ഓടുന്ന സമയത്ത് പുറകുവശത്തിൽ വലിച്ചു കീറി കുപ്പായം കീറിയ സംഭവമൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇങ്ങനെ അത്രത്തോളം മനസ്സിനെ സ്ഫുടം ചെയ്ത ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഒരു കെണിവലയിൽ നിന്ന് പ്രകൃതിയാൽ മനുഷ്യനെ അല്ലാഹു ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയൂ. ബഹുഭൂരിഭാഗം ജനങ്ങളും അതിൽ കുടുങ്ങിപ്പോകും. അങ്ങനെയാണ് മനുഷ്യന്റെ പ്രകൃതി. ജുറൈജ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം, പ്രവാചകന്മാർ മാത്രമല്ല അല്ലാഹുവിന്റെ ഔലിയാക്കളായ ആളുകളും ഇങ്ങനെയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു സ്വഹാബിയൊന്നുമല്ല, മുൻകാലങ്ങളിൽ ജീവിച്ച അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ച വലിയ ഒരു സ്വാത്വികനായ ഒരു സന്യാസിയായിരുന്നു. ഒരു മലമുകളിൽ ഇബാദത്ത് ചെയ്തിരുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ വശീകരിക്കാൻ വേണ്ടി ആ നാട്ടിലെ ഒരു വേശ്യയായ ഒരു സ്ത്രീ ചെന്നു, വിവസ്ത്രയായി കൊണ്ട് ചെന്നു, ഇബാദത്ത് തടസ്സപ്പെടുത്താൻ വേണ്ടി നോക്കി. പക്ഷെ അതിലൊന്നും ആകൃഷ്ടയായില്ല. എന്ത് ചെയ്തു? ഈമാനികമായിട്ടുള്ള ഒരു പവർ കൊണ്ട് ഇതിനെ നമുക്ക് മറികടക്കാൻ കഴിയും. അത് എല്ലായ്പ്പോഴും എല്ലാ ആളുകൾക്കും പറ്റണം എന്നില്ല. മറിച്ച് അതിൻ്റെതായ റൂട്ടിലൂടെ അല്ലാഹ് എന്നെ കാണും അറിയും എന്ന കാഴ്ചപ്പാടും ചിന്തയും ഉള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്താലും അതിലേക്ക് പോവാത്ത രീതിയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള വസ്ത്രധാരണങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെയുള്ള ചീത്ത പ്രവൃത്തികളിലേക്കും കമന്റ് അടിക്കാനും ഒക്കെ കാരണമാകുമോ? അങ്ങനെ കാരണമായേക്കാമോ? അതിനെ ന്യായീകരിക്കാൻ നമുക്ക് പാടില്ല, അങ്ങനെ വിളിക്കാൻ പാടില്ല. എന്നാലും അത്തരത്തിലുള്ള തിന്മകൾ ചെയ്യാൻ ഇത്തരത്തിലുള്ള ചില പ്രവൃത്തികൾ കൊണ്ട് കഴിയും. അതുകൊണ്ട് അത് നിങ്ങൾ ഒഴിവാക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ അഹ്സാബിലൂടെ. ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.
നബി സല്ലല്ലാഹു സൂറത്തുൽ അഹ്സാബിന്റെ 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട്, യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما يا أيها النبي الله പറയാണ്, ഓ നബിയേ, ഖുൽ അങ്ങ് പറഞ്ഞു കൊടുക്കുക, ലി അസ്വാജിക അങ്ങയുടെ ഭാര്യമാരോട്, വബനാതിക അങ്ങയുടെ പെൺമക്കളോടും പറഞ്ഞു കൊടുക്കുക, വനിസാഇൽ മുഅ്മിനീന മുഅ്മിനീങ്ങളായ സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആരോടൊക്കെ? സ്വന്തം ഭാര്യമാരോട്, സ്വന്തം പെൺമക്കളോട്, മുഅ്മിനീങ്ങളായിട്ടുള്ള എല്ലാ സ്ത്രീകളോടും, അങ്ങയോട് വിശ്വസിച്ചിട്ടുള്ള, അല്ലാഹുവിനെ നബിയെ അംഗീകരിച്ചിട്ടുള്ള ആളുകളാണല്ലോ മുഅ്മിനീങ്ങൾ. അവരോടെല്ലാവരോടും നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവരുടെ മൂടുപടങ്ങൾ, അവരുടെ വസ്ത്രത്തിന്റെ മേൽ വസ്ത്രങ്ങൾ അവരുടെ മേൽ താഴ്ത്തിയിടാൻ വേണ്ടി നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. മറ്റൊരായത്തിൽ കാണാം, വല്യളിരിബിന അവർ താഴ്ത്തിയിടണം അവരുടെ ലുഹുമുരിഹിന്ന അവളുടെ ആ മുഖമക്കന, അത് അവരുടെ മാറിടത്തിന്റെ ഭാഗത്തേക്ക് താഴ്ത്തിയിടട്ടെ എന്ന് മറ്റൊരായത്തിലൂടെ സൂറത്തുൽ നൂറിലൂടെ അല്ലാഹു തആല പറയുന്നു. വസ്ത്രം ധരിച്ചിട്ട് ആ വസ്ത്രത്തിൽ തട്ടത്തിന്റെ രണ്ടറ്റങ്ങൾ, ആ ഭാഗങ്ങൾ അത് അവരുടെ മാറിന്റെ ഭാഗത്തേക്ക് താഴ്ത്തിയിടട്ടെ. എന്തിനാണത്? ദാലിക അദ്നാ അൻ യുറഫ്ന ഫലാ യുഅ്ദീന അവരെ അധിക്ഷേപിക്കാതിരിക്കാനും അവരെ അറിയപ്പെടാനും വേണ്ടി. എങ്ങനെ അറിയപ്പെടാൻ വേണ്ടി? എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഒരാളും ഒരു മോശവും പറയില്ല. നല്ല രീതിയിൽ തന്റെ ശരീരഭാഗങ്ങളൊക്കെ മറച്ച് ആർക്കും കാണരുത്, എന്റെ ഭർത്താവിന് മാത്രമേ കാണാവൂ എന്ന ഉദ്ദേശത്തോടുകൂടെ മറച്ചു നടക്കുന്ന ഒരു പെണ്ണാണ് അവൾ. പവിത്രതയുള്ള പെണ്ണാണ്. അവളോട് ആ ഒരു പവിത്രതയോടുകൂടെ മാത്രമേ സംസാരിക്കാനും ഇടപെടാനും കഴിയുകയുള്ളൂ എന്ന രീതിയിൽ അവർ പവിത്രതയുള്ളതാണ് എന്ന് അറിയപ്പെടാനും അവരെ അധിക്ഷേപിക്കാതിരിക്കാനും അതാണ് ഏറ്റവും നല്ലത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഇതിന്റെ ഒരു മറുവശം എന്താണ്? അവരുടെ ശരീരത്തിന്റെ മേൽത്തട്ടം മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം. അത് അവരെ അധിക്ഷേപിക്കാതിരിക്കാനും അവരെ അറിയപ്പെടാനും അതാണ് ഏറ്റവും നല്ലത് എന്ന് ഖുർആൻ പറയുമ്പോ ഇതിന്റെ മറുവശമല്ലേ? എന്താ മറുവശം? ഇത് ചെയ്തില്ല എങ്കിൽ അധിക്ഷേപിക്കുന്ന ആളുകൾ ഉണ്ടാകും എന്നാണ്. അധിക്ഷേപിക്കണം എന്നല്ല, അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഏതൊരാള് എന്ത് രീതിയിൽ തുറന്നിട്ട് നടന്നാലും അവരെ അധിക്ഷേപിക്കാനോ അവരെ വഷളാക്കാനോ അല്ലെങ്കിൽ അവരെ കമന്റ് അടിക്കാനോ അശ്ലീല ചുവയോടുകൂടെ അവരോട് സംസാരിക്കാനോ വിശുദ്ധ ഇസ്ലാം പറയുന്നില്ല. അത് തെറ്റാണ്, കഠിനമായിട്ടുള്ള തെറ്റാണ്. എന്നാൽ തെറ്റാണെന്ന് പറഞ്ഞാലും ആളുകൾ അങ്ങനെ ചെയ്യും, അധിക്ഷേപിക്കും. അതുകൊണ്ട് ജനങ്ങളെ സഹോദരിമാരെ, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ നിങ്ങൾ നേരാവണ്ണം മറച്ചുകൊണ്ട് മാത്രമേ പുറത്തിറങ്ങാവൂ, നടക്കാവൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. വകാനല്ലാഹു ഗഫൂറർ റഹീമാ അല്ലാഹു തആല ഏറ്റവും പൊറുക്കുന്നവനും ഏറ്റവും കരുണയുള്ളവനുമാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നു. അവന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ ഖുർആനിന്റെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറയുന്നത് നമ്മളെ മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കാതിരിക്കാനും നമുക്ക് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ വസ്ത്രം ധരിച്ച് പോവുക എന്നുള്ളത് കടമയാണ്.
നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. ഈ ശരീരം ഏതെല്ലാം ഭാഗം മറക്കണം, ഏതെല്ലാം തുറന്നിടണം എന്ന് പറയുന്നതും അല്ലാഹുവാണ്. എന്നാൽ പുതിയതായിട്ടുള്ള ലിബറൽ ചിന്ത എന്ന് പറയുന്നത് എന്റെ ബോഡി, എന്റെ ചോയ്സ്, എന്റെ ബോഡി എന്റെ ചോയ്സാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് എനിക്കെന്തും ചെയ്യാം. ഇതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മുടെ ശരീരമല്ല, നമുക്ക് ഇതിൽ അവകാശമില്ല. അതുകൊണ്ടാണ് ആത്മഹത്യ ഏറ്റവും വലിയ കുറ്റമാകുന്നത്. എന്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് അവകാശമില്ല. കാരണം എന്റെ ശരീരം എന്റേതല്ല, അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു ആണ് എന്റെ ശരീരം നൽകിയത്. അള്ളാഹു തോന്നുന്ന സമയത്ത് അത് പിടിക്കും. ഞാനായിട്ട് അത് നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ ശരീരത്തിൽ അവകാശമില്ല. എന്നാൽ പുതിയതായ വാദം ഇപ്പോ ചെറിയ മക്കളെ അടക്കം വന്നുകൊണ്ടിരിക്കുന്നത്, എന്റെ തല അത് ഞാൻ മറച്ചില്ലെങ്കിൽ എന്താ, എന്റെ ശരീരം ഞാൻ തോന്നിയതുപോലെ മറച്ചാൽ എന്താ. അങ്ങനെയല്ല, എന്റെ ശരീരം എന്റെ തല എന്ന ആ വാദം തന്നെ വിശുദ്ധമായ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അല്ലാഹു തആല തന്ന ശരീരം അല്ലാഹു മറക്കാൻ പറഞ്ഞത് മറക്കണം, അല്ലാഹു തആല ഉടുക്കാൻ പറഞ്ഞത് ഉടുക്കണം. അതല്ല എങ്കിൽ ഭൂമിയിലും പരലോകത്തും നിങ്ങൾക്ക് ശിക്ഷ തന്നെയാണ് എന്നതാണ് ഖുർആനിന്റെ അധ്യാപനം. എന്നാൽ എത്ര വയസ്സ് മുതലാണ് മറക്കേണ്ടത്? എന്തെല്ലാം മറക്കണം? ഇസ്ലാമിക നിയമം അനുസരിച്ചുകൊണ്ട് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഭർത്താവ്, പിതാവ്, ആങ്ങളമാര്, അങ്ങനെ ജീവിതത്തിൽ ഈ പെണ്ണിനെ കാണാൻ കഴിയുന്ന പറ്റാവുന്ന ആളുകളുടെ മുമ്പിലല്ലാത്ത അന്യപുരുഷന്മാരാണ് എങ്കിൽ ഒരു സ്ത്രീ അവളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറച്ചിരിക്കണം, മുഖവും കൈയും ഒക്കെ മറക്കണമെന്നാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ വേറെ ഒരു അഭിപ്രായത്തിൽ മുൻകൈയും മുഖവും ഒഴിവാക്കി ബാക്കിയെല്ലാം മറക്കണം എന്ന ഒരു അഭിപ്രായവും ഉണ്ട്. പ്രബലം ഇതല്ല, എല്ലാം മറക്കണം എന്നുള്ളതാണ്. ഈ അഭിപ്രായത്തെ പിടിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ മുഖം തുറന്നിട്ടുകൊണ്ടും മുൻകൈയിന്റെ ഭാഗം വെളിവാക്കിയിട്ടൊക്കെ നടക്കുന്നത് അനുവദനീയമാണ് എന്ന് പറയുന്നത്. അത് അധികവും നമ്മുടെ ഈ കേരളത്തിൽ മാത്രമാണ്. ഇവിടുന്ന് വിട്ടുപോയാൽ ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറിച്ചെടുക്കുന്ന പെണ്ണുങ്ങളെ കാണുകയുള്ളൂ. അങ്ങനെയാണ് വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ. ഇനിയിപ്പോ കേരളം വിട്ട തമിഴ്നാടിന്റെ ചില ഭാഗങ്ങളിലേക്കൊക്കെ പോയാലും, കേരളത്തിൽ തന്നെ കണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് കാസർഗോഡ്, ആ കർണാടകയുടെ ആ ഏരിയയിലേക്ക് പോയാലും അവിടെയൊക്കെ പൂർണ്ണമായും ഹിജാബിലാണ്. പ്രബലം അങ്ങനെയാണ്. എന്നാൽ അല്ലാത്തൊരു അഭിപ്രായം ഉണ്ടല്ലോ, അതിനെ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ വല്ലാതെ ആ വിഷയം ഊന്നി പറയാതിരിക്കുന്നത്. അപ്പൊ എന്തോ ആവട്ടെ, ഇതാണ് വസ്ത്രത്തിന്റെ രീതി. ഇനി ഏതെല്ലാം പ്രായം മുതൽ അത് മറക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. മഹദി പറയുകയാണ്, അന്ന അസ്മാ ബിൻതി അബീ ബക്കറിൻ ദഖലത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹാ സിയാബുൻ റിഖാഖ്. അസ്മാ റളിയല്ലാഹു അൻഹ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മോളായ അസ്മാ റളിയല്ലാഹു അൻഹ, അതായത് ആയിഷ ബീവിയുടെ അനിയത്തി. ആയിഷ ബീവിയുടെ അനിയത്തിയാണ് അസ്മാ റളിയല്ലാഹു അൻഹ. അപ്പൊ അസ്മാ റളിയല്ലാഹു അൻഹ വളരെ നേരിയ ഉൾഭാഗം കാണുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നു. വീട്ടിലായപ്പോ അളിയാക്കയാണല്ലോ നിമിതങ്ങൾ. ആയിഷ ബീവിയുടെ അനിയത്തിയാകുമ്പോ അളിയൻ, അളിയാക്കാന്ന് നമ്മുടെ നാട്ടിലൊക്കെ വിളിക്കും. അപ്പോ ആ അളിക്ക് മുന്നിലേക്ക് വന്നു. നേരിയ ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കണ്ടപ്പോ തിരിഞ്ഞു കളയുകയും എന്നിട്ട് വഖാല പറയുകയും ചെയ്തു, യാ അസ്മാ, ഓ അസ്മാ, ഇന്നൽ മർഅത ഇദാ ബലഗത്തിൽ മഹീല, ഹൈലുള്ള ആ ഹൈലിന്റെ പ്രായം എത്തിക്കഴിഞ്ഞാൽ, മെൻസസിന്റെ പ്രായം ഒരു കുട്ടിക്ക് എത്തിക്കഴിഞ്ഞാൽ, ലം തസ്ലുഹ് അൻ യുറാ മിൻഹാ ഇല്ലാ ഹാദാ വഹാദാ, ഇതും ഇതുമല്ലാത്ത രീതിയിൽ ഒന്നും പുറത്തോട്ട് വെളിവാക്കാൻ പാടില്ല. വ അശാറ ഇലാ വജ്ഹിഹി വ കഫൈഹി, മുഖത്തിലേക്കും കൈയിലേക്കും ചൂണ്ടി നിബിധങ്ങൾ പറഞ്ഞു, ഇതും ഇതും അല്ലാതെ ബാക്കിയുള്ളതൊന്നും പുറത്തേക്ക് കാണുന്ന രീതിയിൽ മറക്കാതെ നീ ഇങ്ങോട്ട് വരരുത്, അങ്ങനെ പെൺകുട്ടികൾ ധരിക്കാൻ പാടില്ല എന്ന് അസ്മാ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു എന്ന് അസ്മാ റളിയല്ലാഹുവിന്റെ ജ്യേഷ്ഠത്തിയായ നബി തങ്ങളുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അപ്പൊ നിർബന്ധമായും
പെൺകുട്ടികൾ മറക്കേണ്ട ഭാഗമാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. അവരുടെ മുഖം, മുൻകൈ, ഈ ഭാഗം അല്ലാത്ത എല്ലാ ഭാഗവും ഒരു പെൺകുട്ടി അന്യപുരുഷന്മാരുടെ അടുക്കലേക്ക് പോകുമ്പോൾ മറക്കണം. അത് നിർബന്ധമാണ്. നമ്മുടെ കുട്ടികൾ നമുക്ക് കുട്ടികളായിരിക്കും, എല്ലാവർക്കും അത് കുട്ടികളായിക്കൊള്ളണമെന്നില്ല. നമുക്ക് നമ്മളെ കുട്ടികൾ എത്ര വലുതാലും, ഞാൻ ഇപ്പൊ എന്റെ ഉമ്മാക്ക് കുട്ടിയാണ്, എന്റെ കുട്ടീന്ന് എന്റെ ഉമ്മ വിളിക്കണേ. നമ്മളൊക്കെ നമ്മളമ്മമാർക്ക് കുട്ടികളാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. അതിന്റെ ടൈം ഏത് സമയം മുതൽ വയസ്സല്ല നബി തങ്ങൾ പറഞ്ഞത്. പഴയ കാലങ്ങളിലൊക്കെ 15, 16, 17 ഒക്കെ വയസ്സിലായിരുന്നു പെൺകുട്ടികൾ ഋതുമതികളായിരുന്നത് എങ്കിൽ ഇപ്പോ സാധാരണ 10, 11, 12 ഇതിന്റെ ഇടയിലാണ്. 9 കഴിഞ്ഞ ഉടനെ 12 വയസ്സിന്റെ ഇടയിൽ ഋതുമതികളാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നിപ്പോ കേരളത്തിന്റെ എല്ലാ ഭാഗത്തുള്ളത്. ആ പ്രായം എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ മറക്കണം. അത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. വളരെ കർശനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ചില സ്കൂളുകളിലൊന്നും തട്ടയിടാൻ പറ്റൂല. നമ്മളെ തന്നെ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങളെ അതിൽ പറയുള്ളൂ. ആ സ്കൂളിൽ തട്ടയിടാൻ പറ്റൂല എന്ന് അറിഞ്ഞിട്ടും എന്തിനാ അവിടെ തന്നെ കൊണ്ടുപോയി ചേർക്കണം? വേറെ സ്കൂളൊന്നുമില്ല ഇവിടെ, വേറല്ലേ? അവിടെ ചേർക്കാലോ. ആ സ്കൂളിൽ ചേർത്താൽ ജുമുഅക്ക് പോകാൻ പറ്റൂല. എന്നാൽ ജുമുഅക്ക് പോകാൻ പറ്റാവുന്ന സ്കൂള്, നല്ല പഠിക്കുന്ന സ്കൂൾ തന്നെ ഉണ്ടല്ലോ, അവിടെ ആക്കി കൂടെ. നമുക്ക് അത്ര മതി. അതുകൊണ്ട് തന്നെ അത്ര മതി എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് അറിയില്ലല്ലോ. ഇന്ന് 5ാം ക്ലാസ് മുതൽ നല്ല മുഖമക്കനെ കെട്ട് ഔറത്തിന്റെ ഭാഗമൊക്കെ മറച്ചു പോകുന്ന കുട്ടികളുണ്ടല്ലോ. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ കാണാം ചെറിയ കുട്ടികൾ എല്ലാം മറച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്ന അങ്ങനെയുള്ള സ്കൂളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത ഒരു തലമുറ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നും റേഞ്ചിലല്ല. നമ്മൾ ഈ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോഴേ, പോത്തുവള്ളിയിൽ വരുമ്പോ ചെറിയ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോ അവര് പറയുന്നതായ വാക്കുകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, നേരത്തെ ഞാൻ പറഞ്ഞ എന്റെ ശരീരം, മൈ ബോഡി മൈ ചോയ്സ്, ഇതാണ്. ഇതെന്തിനാണ് മറക്കുന്നത് എന്നും എന്തിനാണ് ഇങ്ങനെയൊക്കെ നിയമങ്ങൾ വെച്ചിട്ടുള്ളത് എന്നും നല്ല രീതിയിൽ നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതൊരു പ്രൊട്ടക്ഷനാണ്. നമ്മൾ നോക്കുക, ഈ രീതിയിലുള്ള അധിക്ഷേപങ്ങളൊക്കെ വരുന്ന ഈ സ്ത്രീകൾ, പരാതി കൊടുക്കുന്ന സ്ത്രീകൾ, ഒരിക്കലും മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്ന, ശരീരത്തിന്റെ ഭാഗം മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനോട് ഒരാളും കമന്റും പറയൂല, ഒരാളും വേണ്ടാത്ത ചുവയോടുകൂടെ നോക്കൂല. അത് സത്യമാണ്. ഈ പറയുന്ന പല സെലിബ്രിറ്റികളും അവര് തന്നെ ഷോപ്പിങ്ങിനും മറ്റും പോകുമ്പോ ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറക്കുന്ന വസ്ത്രങ്ങൾ ഇട്ടാണ് പോകുന്നത് എന്നൊക്കെ ചില റീൽസുകളിലൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണാൻ പറ്റും. പല സിനിമ നടിമാരും സെലിബ്രിറ്റികളായിട്ടുള്ള മറ്റു പല ആളുകളും പൊതുനിരത്തിൽ ഇറങ്ങുമ്പോ അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗവും മറച്ചിറങ്ങുക. അവര് തന്നെ പറയും അത്ഭുതമാണ്, ഒരു മനുഷ്യൻ നോക്കൂല, ഒരാൾ പോലും നോക്കൂല. നേരെ മറിച്ച് അതങ്ങോട്ട് മാറ്റിയാൽ അവർക്ക് ഒരടി വെക്കാൻ പറ്റില്ല, അത്രത്തോളം അവരാളുകൾ പൊതിയും. ഇതല്ലേ ഖുർആൻ ഈ പറയുന്നത്? അവർക്ക് പ്രൊട്ടക്ഷനാണത്, അവർക്ക് അധിക്ഷേപിക്കാതിരിക്കാനാണത്. നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്ന് നമ്മളെ നിർമ്മിച്ചുണ്ടാക്കിയ അല്ലാഹു തആല പറയുന്ന ആ ഒരു പോയിന്റ് നമ്മൾ കേട്ടാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. മുഅ്മിനീങ്ങളോടാണ് ഞാൻ പറയുന്നത്. ഒരു വാഹനം ഉണ്ടാക്കിയാൽ ആ വാഹനത്തിന് കേടുകൂടാതെ എന്തൊക്കെ ചെയ്യണം, എത്ര കിലോമീറ്റർ ഓടിയാൽ അതിന്റെ എഞ്ചിൻ ഓയിൽ മാറ്റണം, എത്ര ടൈം ആവുമ്പോ അതിന്റെ ഓരോ വീലുകൾ മാറ്റണം എന്നൊക്കെ ആ വാഹനം നിർമ്മിച്ച ആള് പറയും. എന്നാൽ അതിന് കംപ്ലൈന്റ് ഉണ്ടാവില്ല. നമ്മുടെ ശരീരം നിർമ്മിച്ച ദൈവം തമ്പുരാൻ നമ്മളോട് പറയുകയാണ്, വസ്ത്രം ധരിക്കുമ്പോ ഈ വക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ അധിക്ഷേപിക്കാൻ ഒരാൾക്കും കഴിയില്ല. നിങ്ങളെ കുത്തുവാക്കുകളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്താൻ കഴിയില്ല. അതല്ല എങ്കിൽ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പറയാനുള്ള ലൈസൻസോ
പറയുന്നത് കൊണ്ട് പുണ്യമാണെന്നോ അല്ല, പറയാൻ പാടില്ല. തുണി ഉള്ളെടുക്കാണ്ട് ഒരാൾ നടന്നാലും അശ്ലീല ചുവയോടുകൂടെ അവരിലേക്ക് നോക്കാനോ അവരെ കമന്റ് അടിക്കാനോ പാടില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നാൽ അങ്ങനെ നടന്നാൽ പറയും, അത് മറ്റൊരു വശവും കൂടെയാണ്. ഇത് രണ്ടും നമ്മൾ ചേർത്തി തന്നെ മനസ്സിലാക്കണം. വസ്ത്രം ധരിക്കേണ്ട പ്രായമാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊരു ഹദീസിലൂടെ നബി തങ്ങൾ പറയാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാൻ പറയുകയാണ്, അന്നഹു ലഅനൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ വൽ റിജാലി വൽ മുതശബ്ബിഹീന മിനൽ റിജാലി ബിൻ നിസാഇ. പുരുഷന്മാരുടെ വേഷം ധരിക്കുന്ന സ്ത്രീകളെയും സ്ത്രീകളുടെ വേഷം ധരിക്കുന്ന പുരുഷന്മാരെയും അല്ലാഹുവിന്റെ ഹബീബ് ശപിച്ചിരിക്കുന്നു, അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്നാണ്. ചെറിയ പെൺകുട്ടികളൊക്കെ ആകുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെൻസസിന്റെ പ്രായം ആകുന്നതിന്റെ മുമ്പ് ചിലപ്പോ ആണുങ്ങൾ ധരിക്കുന്ന പേന്റോ ബനിയനൊക്കെ ഇടുമ്പോ അതൊരു ഭംഗിയാണ്, ആ നിലക്കൊന്നും തെറ്റില്ല. നേരെ തിരിച്ചു അങ്ങോട്ട് തന്നെ. എന്നാൽ നേരത്തെ പറഞ്ഞ വസ്ത്രം ധരിക്കണം എന്ന് നിർബന്ധമായും പറഞ്ഞ ഒരു പ്രായമുണ്ടല്ലോ, ആ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വസ്ത്രധാരണം പാടില്ല. അത് അല്ലാഹുവിന്റെ ശാപം ഏൽക്കാൻ കാരണമാകുന്ന ഒരു തിന്മയാകുന്നു എന്നാണ് ഈ ഹദീസിന്റെ വചനങ്ങൾ നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഏത് വസ്ത്രം ധരിക്കാനും എങ്ങനെയാവാനും ഒക്കെ അവകാശമുണ്ട്. അതിനെയല്ല നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അത് ആർക്കും ചെയ്യാലോ. മുസ്ലിമായ ഒരു മനുഷ്യൻ, മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ഒരാൾ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും വിശ്വസിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാൾ, അവർ ഈ രീതിയിലേ ചെയ്യാവുള്ളൂ. ഇനി ഇതല്ലാത്ത രീതിയിൽ ഒരാൾ ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ അധിക്ഷേപിക്കാനൊന്നും പാടില്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമത്തിനെതിരാണ്, വിശുദ്ധ ഇസ്ലാമിന്റെ നിയമത്തിനുമെതിരാണ്. ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാതെ മുസ്ലിം വേഷത്തിൽ നടക്കുന്ന ഒരാൾ, മുസ്ലിം നാമത്തിൽ പോകുന്ന ഒരാളോ അല്ലെങ്കിൽ മുസ്ലിം അല്ലാത്ത ഒരാളോ ഈ പറയപ്പെട്ട ആയത്തിനോ ഹദീസിനോ എതിരായി കൊണ്ട് വസ്ത്രം ധരിച്ച് നടക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്താൽ അവരെ അധിക്ഷേപിക്കാനോ അവരോട് ദ്വയാർത്ഥമുള്ള പദങ്ങൾ പറയാനോ അവരെ അശ്ലീല ചുവയോടുകൂടെ നോക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് കടുത്ത തെറ്റാണ്. പക്ഷേ ഇസ്ലാമിനെയും അല്ലാഹുവിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് തീരുമാനം എടുക്കുന്ന ആളുകൾക്കുള്ള ഉപദേശമാണ് ഈ വിശുദ്ധമായ ഹദീസിന്റെയും ആയത്തിലൂടെയും ഒക്കെ നമ്മളോട് പറയുന്നത്. ഇനി തീർന്നില്ല, മറ്റൊരു ഹദീസ്. ഈ ഹദീസൊക്കെ ഇപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നു, സിൻഫാനി മിൻ അഹ്ലിൻ നാരി, നരകാവകാശികളിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ലം അറാഹുമ, ഞാൻ അവരെ കണ്ടിട്ടില്ല, എനിക്കവരെ കാണണ്ട. നബി തങ്ങൾ പറയാം, എന്റെ ഉമ്മത്തിൽ രണ്ട് വിഭാഗം ആളുകളുണ്ട്, എനിക്കവരെ കാണണ്ട, ഞാൻ അവരെ കണ്ടിട്ടില്ല, കാണാതെ പോകട്ടെ. ഒന്നെന്താണ്, ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി, പശുക്കളുടെ വാല് പോലെയുള്ള ഒരു ചാട്ടവാറുകൊണ്ട് അവർ സമൂഹത്തെ യദ്രിബൂന ബിഹന്നാസ, ജനങ്ങളെ ദ്രോഹിക്കും, അടിക്കും. ഇപ്പൊ നമ്മള് ഉത്തരേന്ത്യയിലേക്കാണ് പോയാൽ കാണാം, ഇപ്പൊ ചില ആളുകളൊക്കെ ചില വീഡിയോസ് ഒക്കെ കണ്ടുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര വിഷമം വന്നു പോകും. ഈ രീതിയിലുള്ള വടികൾ തന്നെ, ഇത്ര നീട്ടുള്ള നല്ല വടി കൊണ്ട് മനുഷ്യന്മാരെ പുറത്തും ചന്തിക്കും ഒക്കെ കാലിന്റെ വെള്ളയിലൊക്കെ അടിക്കുന്നത്, പോലീസുകാരെ ചില വടി കൊണ്ടും അങ്ങനെ അനാവശ്യമായിട്ടൊക്കെ ചിലവർ അടിക്കുന്നത് കാണാം. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ആളുകൾ ഒന്നാമത്തെ വിഭാഗം നബി തങ്ങൾ പറയാം. ഞാൻ അവരെ കാണാതിരിക്കട്ടെ, അവര് നരകാവകാശികളാണ് എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തത് പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുകൊണ്ട് വടികൊണ്ട് ജനങ്ങളെ ദ്രോഹിക്കുന്ന ആളുകളാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് നബി തങ്ങൾ പറയുന്നത് വനിസാവും, ചില സ്ത്രീകളാണ്. സഹോദരിമാരെ ശ്രദ്ധിക്കണേ, നരകാവകാശികളാണെന്ന് നബി തങ്ങൾ പറയുന്ന രണ്ടാമത്തത് വനിസാവും, ചില സ്ത്രീകളാണ്. കാസിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരാണ്. ആരിയാത്ത് എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കാത്തവർ എന്നതിന്റെ അർത്ഥം. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്തവരെ പോലെയാണ്. നമ്മളെ നോക്കിയാൽ മതി. ഇന്ന് ചില ഫാഷൻ പരേഡുകൾ, ചില പരസ്യങ്ങൾ എന്താണ് കാണിക്കുന്നത്?
നമ്മൾ യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില റീൽസ് കയറി വരും. ഉസ്താദ് അതൊക്കെ കാണലുണ്ടോ എന്ന് ആ നിലക്ക് ചിന്തിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഇപ്പൊ അടുത്ത ഒരു റീൽസിൽ വന്നു, ഏതോ ഒരു സെലിബ്രിറ്റിയാണ്, അവര് ഇരിക്കുന്ന സമയത്ത് സാരി ഇങ്ങോട്ട് കയറിയായിരുന്നത്. അത് ശരിക്ക് ഓപ്പൺ ആയിട്ട് കണ്ടോട്ടെ എന്നുള്ള നിലക്ക് അവരുടെ മാറിടത്തിന്റെ ഭാഗം കാണാൻ വേണ്ടി താഴ്ത്തി പിടിക്കണു. ക്യാമറക്ക് പോസ് ചെയ്യാ, താഴ്ത്തി. ഇത് തന്നെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രം ധരിക്കാത്ത പെണ്ണിനെ പോലെയാണ്. ഇങ്ങനെ ഒരു വിഭാഗം വരും എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അവർ നരകാവകാശികളാണ് എന്നും പറയുന്നു. എന്റെ സഹോദരിമാരെ, ഉമ്മമാരെ, നമ്മൾ അതിൽ പെടരുത്. ഒരു 40 വയസ്സായിട്ട് അങ്ങോട്ട് എന്നല്ല, അതിന്റെ പ്രായം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ പ്രായം മുതൽ നമ്മുടെ പെൺമക്കളോട് നമ്മൾ അത് പരിശീലിപ്പിക്കാൻ വേണ്ടി പറയണം. തീർന്നിട്ടില്ല. കാസിയാത്തുൻ അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ വസ്ത്രം ധരിക്കാത്ത പെണ്ണിനെ പോലെയാണ്. മുമീലാത്തുൻ മായിലാത്തുൻ ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ നടക്കുന്നവളാണ്. അറിയാലോ, ഓരോ ഭാഗത്ത് നിന്നും ഇപ്പോ റീൽസിലൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾ ചാഞ്ഞും ചെരിഞ്ഞും പുഞ്ചിരിച്ചും കണ്ണുകൊണ്ട് അങ്ങും കാണിച്ചുമൊക്കെ മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവൾ. നബി തങ്ങൾ പറയുന്നു, അവളുടെ തല കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, നടന്നു പോകുന്ന ഒരൊട്ടകത്തിന്റെ പൂഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. നല്ല കാളകളുടെ ഒക്കെ മുതുകത്ത് കാണാൻ ഒരു മുഴ, പൂഞ്ഞ എന്നതിന് പറയാ. അത് നടക്കുന്ന സമയത്ത് ഇങ്ങനെ കുലുങ്ങും. എന്നതുപോലെ തലയാട്ടിക്കൊണ്ട് ആളുകളെ ഇങ്ങോട്ട് വശീകരിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നതായ സ്ത്രീകൾ ഒരു കാലത്ത് വരും. സഹാബികളെ, ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജിദ്ന റിഹഹാ, ആ സ്വർഗ്ഗത്തിന്റെ മണം അവർക്ക് ലഭിക്കില്ല. വ ഇന്ന റിഹഹാ ലയൂജദു മിൻ മസീറത്തിൻ കദാ വകദാ, ഒരുപാട് വഴി ദൂരം പിന്നിലേക്ക്, ഒരുപാട് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുമെങ്കിൽ ഈ പരിമളം ആസ്വദിക്കാൻ കഴിയുന്നതിന്റെ മുമ്പേ നരകത്തിലേക്ക് തട്ടപ്പെടുന്ന വിഭാഗമാണ് സ്വഹാബികളെ ഇവര്. അതുകൊണ്ട് അതിൽ നിങ്ങൾ പെട്ടുപോകരുത്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്ത്രധാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ തീരെ മൈൻഡ് ചെയ്യാതെ, അതൊന്നും ഇപ്പോൾ ഒരു തെറ്റായിട്ട് പോലും നമുക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അവനെ ട്രോളുകയാണ് മനുഷ്യന്മാര്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ ഒരാളോടൊപ്പം നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഇത് അവനെ ട്രോളുകയാണ്. ഇവൻ ഏത് നൂറ്റാണ്ടുകാരനാണ്? 16-ാം നൂറ്റാണ്ടുകാരനാണ്, താലിബാനിസം പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു നമ്മളും അതിൽ വീണുപോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, നമ്മളെ മക്കളെ ആ പ്രായത്തിന്റെ സമയം ഞാൻ പറഞ്ഞു നേരത്തെ ഹദീസിലൂടെ, ആ പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ തലമുടി കാണിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ നമ്മൾ അനുവദിക്കരുത്. നല്ല രീതിയിൽ ഉപദേശത്തിലൂടെ അത് മാറ്റണം. അത് തെറ്റാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് അതാണ് ഖുർആൻ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞത്. അവരധിക്ഷേപിക്കാതിരിക്കാൻ, അവൾക്ക് അവളുടേതായ ഒരു നല്ല ഐഡന്റിറ്റി ഉണ്ടാവാൻ. ഇതാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ മോളെ ആരെങ്കിലും അധിക്ഷേപിക്കുന്നത് നമുക്ക് ഇഷ്ടമാണോ? നമ്മുടെ മോളെ ദ്വയാർത്ഥമുള്ള വാക്ക് പറയുന്നത് നമുക്ക് ഇഷ്ടമാണോ? നമ്മുടെ മോളെ അശ്ലീല ചുവയോടുകൂടെ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാണോ? അല്ല എങ്കിൽ, അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നബി തങ്ങൾ ഖുർആൻ നമ്മോട് പറയുന്നത് മാന്യമായ രീതിയിലുള്ള ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തേക്ക് കാണാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണേ. അത് നിങ്ങൾക്ക് നല്ല ഐഡന്റിറ്റിയാണ് ഉണ്ടാക്കി തരുന്നത് എന്ന് ഖുർആൻ പറയുമ്പോ ആ പോയിന്റിൽ മാത്രം നമ്മൾ നിൽക്കുക. എങ്കിൽ ദുന്യാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും. അതല്ല എങ്കിലോ ഈ പറയപ്പെട്ടതായ ഈ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്ത് എന്നും നമ്മൾ ജീവിക്കുന്നവരല്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോവേണ്ട ആളുകളാണ്. പരലോകത്ത് നമ്മളോട് ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അതിന് മറുപടി പറയുക? ശരീരത്തിന്റെ ഭാഗം മറച്ചു നടക്കാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ എന്തുത്തരമാണ് നമ്മൾ അള്ളാഹുവിനോട് പറയുക?
ശരീരഭാഗം കാണാൻ അവകാശമുള്ള അവന്റെ ഭർത്താവ്, ആ ഭർത്താവിന്റെ മുമ്പിലല്ലാതെ ഈ രീതിയിലുള്ളതൊന്നും നമ്മൾ വെളിവാക്കാതിരിക്കുക. പുരുഷനോടും പറയുന്നുണ്ട്, നീ ഒരു സ്ത്രീയിലേക്കും നോക്കരുത്. ഇങ്ങനെ നടന്നാലും ഇങ്ങനെ വെളിവാക്കിയാലും ആ സ്ത്രീയിലേക്ക് നോക്കാനോ അവളെ കമന്റ് അടിക്കാനോ അശ്ലീല ചുവയുള്ള വാക്ക് പറയാനോ പാടില്ല. അത് തിന്മയാണ് എന്ന് പുരുഷനോട് പറയുമ്പോഴും സ്ത്രീയോടും പറയുന്നു, നിങ്ങളും വസ്ത്രത്തിൽ മാന്യത പുലർത്തണം. ഈ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ടാണ് എങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ സുന്ദരമായ ജീവിതം നയിക്കാം എന്ന ഖുർആനിന്റെ ഈ അധ്യാപനം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള അവന്റെ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഇന്ന് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷംസുക്കടൊക്കെ വാപ്പ മരിച്ച ആണ്ടാണ്, പ്രത്യേകം ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് ഇന്ന് ഇതിലേക്ക് പലഹാരങ്ങൾ കൊണ്ടുവരാം എന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പോ ഇന്ന് വേണ്ട, ഇന്ന് മറ്റൊരു സഹോദരൻ നമുക്ക് സമൂസയും ചായയൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മകന്, അതേപോലെ തന്നെ മക്കള്, അവരുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും ബറക്കത്തുണ്ടാകാനും കുടുംബത്തിൽ നിന്ന് അകന്നിൽക്കുകയാണ്. അതേപോലെ മരണപ്പെട്ടു പോയവരുടെ ബർസഖിയായ ലോകം ഖൈറിലാവാൻ, അവരുടെ ജീവിതമൊക്കെ റാഹത്താവുന്നതിന് വേണ്ടിയൊക്കെ ഉദ്ദേശിച്ചാണ് ഈ സദഖകളൊക്കെ നൽകുന്നത്. അല്ലാഹു തആല അതെല്ലാം കബൂലാക്കുമാറാവട്ടെ. അതേപോലെ ഇന്നാണ്ടുള്ള അദ്ദേഹത്തിന്റെ പിതാവിന്റെ ബർസഖിയായ ലോകം അല്ലാഹു തആല നന്മയിലാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ നമ്മുടെ ക്ലാസ്സിലൊക്കെ മുടങ്ങാതെ വന്നിരുന്ന പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാം ബർസഖിയായ ലോകം നന്മയിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മരണപ്പെട്ടു പോയതായ നമ്മുടെ അഷ്റൂഖ് അടക്കം ഒരുപാട് മുഅ്മിനീങ്ങൾ, അല്ലാഹു അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കുഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്നൊക്കെ പറയുമ്പോൾ 10 വയസ്സിൽ താഴെയായിരിക്കും. മരുന്നിനോട് പ്രതികരിക്കുന്നില്ല, ICUവിലാണ്, വളരെ സങ്കടകരമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാഹുവോടെല്ലാം തീരുമാനിക്കുന്നവൻ പടച്ചവന് ഞങ്ങൾ ഓതുന്ന നിന്റെ ഹബീബിന്റെ ഈ മദ്ഹിന്റെ ബറക്കത്തുണ്ട്. ഇമാം ബൂസൂരി തങ്ങളുടെ കാല് തളർന്നു പോയി, എണീക്കാൻ പറ്റൂല എന്നറിഞ്ഞപ്പോൾ നബി തങ്ങളുടെ മദ്ഹ് ചൊല്ലി ദുആ ചെയ്തപ്പോൾ തളർവാദം മാറി എന്ന് ഞങ്ങൾ ചരിത്രങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഓതാൻ പോകുന്ന ഈ മൗലിദിന്റെ ബറക്കത്തുകൊണ്ട് ആ കുഞ്ഞിന്റെ അസുഖം നീ ശിഫയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ മാതാപിതാക്കൾക്ക് സന്തോഷകരമായ ഒരു വാർത്ത നീ കേൾപ്പിക്കണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയൊക്കെ നമുക്ക് ദുആ ചെയ്യണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ وأخرجه في آخر الزمان كما قدر وأبدى وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه النخجل قمرا وفرقدا ألا هو الذي توسل به آدم عليه السلام وافتخر بكونه والدا واستغاث به نوح عليه السلام فنجا من الردى وكان في صلب إبراهيم عليه السلام حين ألقي في النار وعفى عاد وصار لهبها مخمدا ورأته أمه آمنا حين حملت به ملائكة السماء مددا ودخل عليها الأنبياء وهم يقولون لها إذا وضعت شمس الفلاح والهدى فسميه محمدا. قال الله عز وجل لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. وروي عن النبي صلى الله عليه وسلم أنه قال كنت نورا بين يدي الله عز وجل قبل أن يخلق آدم عليه السلام يسبح الله تعالى ذلك النور وتسبح الملائكة بتسبيحه فلما خلق الله تعالى آدم عليه السلام ألقى ذلك النور في طينته فأهبطني الله في صلب آدم عليه السلام إلى الأرض وجعلني في السفينة في صلب نوح عليه السلام وجعلني في صلب الخليل إبراهيم عليه السلام حين قذف به في النار ولم يزل ينقلني ربي من الأسلاب الكريمة الفاخرة إلى الأرحام الزكية الطاهرة حتى أخرجني الله من بين أبوي ولم يلتقيا على سفاه قط صلى الله على محمد.
لي أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة الشفيع الأبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول عربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي ارتكبت على الخطا غير حسر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول والحبيب العربي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا
اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മുറഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിനെയും കേട്ടതിനെയും ഒരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നതിനെ കുറിച്ച് ഞങ്ങളുടെ മനോഭാവത്തെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞങ്ങൾ പറഞ്ഞത് കേട്ടത്. അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നീ ഇഷ്ടപ്പെടുന്ന നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും നീ ഖൈറാക്കി തരണേ റഹ്മാനെ. ദുനിയാവിലേറെ ആഖിറം ഖൈറാക്കണേ റഹ്മാനെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ, വീട് തന്നെ ജപ്തിയാകുമെന്ന് ഭയപ്പെടുന്ന ആളുകൾ, അല്ലാഹുവേ, ഒരുപക്ഷെ അവരുടെ ചെയ്തികളെ കൊണ്ടാവാം, എന്താണെങ്കിലും അതിൽ നിന്ന് കരകയറാനുള്ള ഒരു വഴി നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അതിൽ നിന്ന് കരകയറിയാൽ ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നുണ്ട്. അവരതിൽ അതിയായ സങ്കടമുണ്ട്. ഇനി അത്തരത്തിലുള്ള ലോണിലേക്കും മറ്റുമൊന്നും പോകാതെ നീ തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആ ഒരു മനസ്സ് നൽകി ഈ തന്ന മുസീബത്തിൽ നിന്ന് കരകയറാനുള്ള ഒരു വഴി എല്ലാവർക്കും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കടത്തോടുകൂടെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കരുതേ റഹ്മാനെ. അല്ലാഹുവേ, വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നവർ, പണയത്തിന് താമസിക്കുന്നവർ, അല്ലാഹുവേ, നിന്റെ വിശാലമായ ഈ ഭൂമിയിൽ അവർക്ക് ചെറിയ ഒരു ഇടമെങ്കിലും ഹലാലായ വഴിക്ക് അധികം വൈകാതെ തന്നെ നീ നൽകണേ റഹ്മാനെ. അതിനുതകുന്നതായ സാമ്പത്തിക അഭിവൃദ്ധി, അതിനുള്ള കഴിവ്, അതിനുള്ള ജോലി നീ വിചാരിച്ചാലെല്ലാം എളുപ്പമാണ് റബ്ബേ. റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിലെല്ലാം ഐശ്വര്യവും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ ഉമ്മയടക്കം ഒരുപാട്, വാപ്പയടക്കം ഒരുപാട് പേര് പല നിലക്കുള്ള വിഷമം അനുഭവിക്കുന്നവരുണ്ട്. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, ഇന്ന് മരണപ്പെട്ട അഷ്റൂഖയടക്കം എല്ലാവർക്കും നീ അഫ്വ് ചെയ്യണേ റഹ്മാനെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുടങ്ങാതെ ദൂരെയാണെങ്കിലും നടന്ന് കാലുവേദനയൊക്കെ സഹിച്ച് ഈ ക്ലാസ്സിൽ വന്നിരുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഉമ്മയുണ്ട്. റബ്ബേ, അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളെ, കുടുംബങ്ങളെ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഇന്നത്തെ പലഹാരങ്ങൾ കൊണ്ടുവന്ന് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത ആ സഹോദരന്റെ ഹലാലായ ഉദ്ദേശങ്ങളെ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. മക്കളുടെ ജോലിയിലും അവരുടെ ബിസിനസ്സുകളിലുമൊക്കെ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ ക്ലാസ്സുകളിലേക്കുമൊക്കെ പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇതിലേക്ക് പല സംഭാവനകളും മധുരപലഹാരങ്ങൾ നൽകിയവരുടെ എല്ലാവരെയും നിനക്കറിയാം. എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നീ നന്മ കൊടുക്കണേ റഹ്മാനെ. ദുനിയാവിലേറെ ഇതെല്ലാം ആഖിറം വിജയിക്കാനുള്ള ഒരു കാരണമാക്കി മാറ്റണേ റഹ്മാനെ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഐസിയുവിൽ കഴിയുന്ന ചെറിയ കുഞ്ഞിന്റെ അസുഖം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. നീയാണ് രോഗം മാറ്റുന്നവൻ. മരുന്നുകളെല്ലാം അതിന്റെ കാരണങ്ങളാണ്. മരുന്നിനോട് പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ, നീയാണ് ശിഫ നൽകുന്നവൻ. നീ ശിഫ നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് ആ കുഞ്ഞിനും ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സ്വാലിഹായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാര്, ഭാര്യമാര്, മക്കളുള്ളവരുണ്ട്. സുഖപ്രസവം നൽകണേ റഹ്മാനെ. കൺകുളിർമയുള്ള സ്വാലിഹായ മക്കളെ നൽകി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഓത്തുവളിയിൽ പഠിക്കുന്ന, പഠിച്ചുപോയ എല്ലാ മക്കളെയും നീ നന്നാക്കി തരണേ റഹ്മാനെ. മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക് ഉപകാരമുള്ള സ്വാലിഹായ മക്കളാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ ആഴ്ചയും ഈ ക്ലാസ്സിലേക്ക് വരുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ നന്മ കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ അഭിവൃദ്ധി കൊടുക്കണേ റഹ്മാനെ. സന്തോഷങ്ങളെ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടി ആമീൻ പറയുന്ന
ഓരോ ആളുകളുടെയും മനസ്സിൽ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങളുണ്ട്. ഒന്നും ഞാൻ എണ്ണി പറഞ്ഞില്ലെങ്കിലും ഇവരെ ഓരോ ആളുകളുടെയും മനസ്സിലുള്ള ഹലാലായ ഉദ്ദേശങ്ങളെ നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. അടുത്ത ആഴ്ച ഉംറക്ക് പോകുന്ന ഒരു സഹോദരൻ അടുത്ത ആഴ്ച അവർ മധുരപലഹാരം തരാമെന്ന് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. റബ്ബേ, എല്ലാ യാത്രന്റെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. പരിപൂർണമായ ഉംറ ചെയ്ത് ഞങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. ഹജ്ജ് ചെയ്ത ഉംറ ചെയ്ത ഒരുപാട് ഉമ്മമാര് ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, അതെല്ലാം നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ പുണ്യഭൂമിയിൽ ഇനിയും ഒരുപാട് കാലം ഇഖ്ലാസോടെ പോയി അമൽ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه